ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു. എന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തിയത്? സത്യം ഒരു ദിവസം തെളിയും. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ ജസീല വീഡിയോയിൽ വിവരിച്ചതാണ് ഇക്കാര്യം. നാലത്തടുക്കം സ്വദേശി ജസീല വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ പോലീസും പ്രതിക്കൂട്ടിലാണ്. കാണാം അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജസീലയുടെ ജീവനെടുത്തതാര്? മോഷണക്കുറ്റം ആരോപിച്ച് നിരന്തരമായി വേട്ടയാടിയെന്നും അതിൽ മനംനൊന്ത് മരിക്കാൻ തീരുമാനിച്ചെന്നുമാണ് കാസർഗോഡ് നാലത്തടുക്ക സ്വദേശിയായ ജസീല സ്വയം ചിത്രീകരിച്ച വീഡിയോ ദൃശ്യത്തിൽ പറയുന്നത്. ആത്മാർത്ഥമായി വിശ്വസിച്ചവർ തന്നെ ചതിച്ചെന്നാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലില്ല, കറിയത്ത് പോലില്ല, അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും. എൻ്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കുമ്പോഴൊക്കെ എന്നെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിന്റെ ഭാഗത്ത് തന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്, ഹസ്ബൻഡിൻ്റെ ഉമ്മ. ഒരാഴ്ച മുൻപാണ് മാസ്തിക്കുണ്ടിലെ ഭർത്തൃ വീട്ടിൽ നിന്ന് നാലത്തടുക്കയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയ ജസീല വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ബോവിക്കാനം സ്വദേശിയായ ആൺസുഹൃത്തും കുടുംബവും ചതിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജസീല വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യാ ശ്രമം. ആൺസുഹൃത്ത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ജസീലയിൽ നിന്ന് വാങ്ങിയ സ്വർണം യുവതി തിരിച്ചു ചോദിച്ചിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയായി ജസീല 9.5 പവൻ സ്വർണം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെന്ന് ആൺസുഹൃത്തിന്റെ മാതാവ് ആദൂർ പോലീസിൽ പരാതി നൽകി. ജസീല സ്വർണം മോഷ്ടിച്ചെന്ന പ്രചരണം നാട്ടിൽ ശക്തമാക്കുകയും ചെയ്തു. യുവതിയെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പരാതിയിൽ കഴമ്പില്ലെന്ന് മനസ്സിലായതോടെ വിട്ടയച്ചു. ഇതിന്റെ മനോവിഷമത്തിലാണ് യുവതി നാലത്തടുക്കയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. എന്നിട്ട് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും, ഞാൻ പൊന്നെടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസുകാരോട് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ അടുത്തിന് ഉള്ള തന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായനൊക്കെ കൊണ്ട് നമുക്ക് തെളിയല്ലേ, അപ്പം പറഞ്ഞ് പോലീസ് നായനൊന്നും കൊണ്ടുവരാൻ കഴിയല. ആൺസുഹൃത്തിന്റെ മാതാവ് ജസീലയെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ പരാതി സ്വീകരിച്ചില്ലെന്നും അവസാനമായി പുറത്തുവിട്ട വീഡിയോയിലൂടെ യുവതി ആരോപിക്കുന്നുണ്ട്. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ജസീലയ്ക്കെതിരെ ആൺസുഹൃത്തിന്റെ മാതാവ് നൽകിയ പരാതിയിൽ പോലീസിനിപ്പോഴും സംശയമുണ്ട്. വ്യാജ പരാതി നൽകി ജസീലയെ വേട്ടയാടിയതാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടിയുണ്ടാകണം. പ്രതികാരത്തിന്റെ പേരിൽ നൽകിയ പരാതിയിൽ നഷ്ടമായത് ഒരു മനുഷ്യജീവൻ മാത്രമല്ല, 2 കുഞ്ഞുങ്ങളുടെ ജീവിതം കൂടിയാണ്. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.